ഇപ്പൊ ഞാനൊരു ക്രിസ്ത്യാനിയാണ്. അപ്പൊ ഇത് ബൈബിളിൽ സാറ ഇട്ടിരുന്ന വേഷവും കൂടിയാണ്. അപ്പൊ അത് നമ്മുടെ പള്ളികളിൽ പോകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് പോവാറ്. അപ്പൊ അത് ഒരു മതത്തിന്റെ ഭാഗമായി ചിത്രീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് മേഡത്തിന്റെ ഉദ്ദേശശുദ്ധി ചിലപ്പോൾ നല്ലതായിരിക്കാം. പക്ഷേ ഇത് കാണികളായി നിന്ന് കാണുന്ന ആളുകൾക്ക് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് കേരളത്തിലെ വർഗീയത മാത്രം പറയുന്ന ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ട്. അയാളെ കടത്തിവെട്ടാൻ വേണ്ടി പുതിയൊരു വർഗീയത ചവച്ചു തുപ്പുന്ന വേറൊരു വ്യക്തി കൂടെ ഇപ്പോൾ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇവരെല്ലാം പറയാൻ പോകുന്ന മറുപടികൾ അല്ലെങ്കിൽ ഇതിൻ്റെ നിരൂപണങ്ങളാണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത്. ഓക്കെ, ഏതായാലും നമുക്ക് നല്ലത് എന്ന് തോന്നുന്നത് നമുക്ക് ചെയ്യാം. അതിൻ്റെ റൈറ്റ്സ് ഓരോരുത്തർക്കും ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഇതൊരു വിവാദമായി മാറാൻ സാധ്യതയുള്ള ഒരു ഡ്രസ്സാണ്. ഇനി പർദ ജിഹാദും കൂടെ ജിഹാദുകളുടെ പേരിൽ പർദ ജിഹാദും കൂടെ വരാൻ ഒരു സാധ്യത ഇതിൽ കാണുന്നു. കലികാലമാണല്ലോ, ദൈവരക്ഷ ഉണ്ടാവില്ല, ദൈവം രക്ഷിക്കട്ടെ. ഓക്കെ, ഇത് അങ്ങനെ ആരും മതത്തിന്റെ ഭാഗമാക്കേണ്ട കാര്യമില്ല. ഇത് ഇപ്പൊ ഞാനൊരു ക്രിസ്ത്യാനിയാണ്. അപ്പൊ ഇത് ബൈബിളിൽ സാറ ഇട്ടിരുന്ന വേഷവും കൂടിയാണ്. അപ്പൊ അത് നമ്മുടെ പള്ളികളിൽ പോകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് പോവാറ്. അപ്പൊ അത് ഒരു മതത്തിന്റെ ഭാഗമായി ചിത്രീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഇതുപോലുള്ള ഇടങ്ങളിൽ വരാൻ ഏറ്റവും ഉചിതമായ വസ്ത്രമാണ്. ധരിക്കാവുന്ന ഏറ്റവും ഉചിതമായ വസ്ത്രമായതുകൊണ്ടാണ് ഞാനത്